എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, പുതിയ ക്യാപ്സ്യൂൾ വന്നിട്ടുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ അന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന സാധനമാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ ക്യാപ്സ്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രേഷ്മ പി തങ്കച്ചൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ അക്കൗണ്ടിൽ വന്ന കണക്കുകളെക്കുറിച്ചും അതുപോലെ ബൈക്ക് വാങ്ങിച്ച കാര്യവും ബൈക്ക് അവരുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിലേക്കാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ വെളുപ്പിച്ചുകൊണ്ട് രേഷ്മ പി തങ്കച്ചൻ്റെ സുഹൃത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കാണാൻ പോകുന്നില്ല, നീ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ കാര്യം പറഞ്ഞ് എങ്ങനെയാണ്, രേഷ്മ പി തങ്കച്ചൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ വണ്ടി എടുക്കാൻ കാരണം കിച്ചുവിന് വേണ്ടി സുധിച്ചേട്ടൻ പണ്ട് വേറൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ EMI മുടങ്ങിപ്പോയി. അപ്പോൾ കിച്ചുവിന് വരുമാനമില്ലാത്തതിൻ്റെ പേരിലാണ് രേഷ്മ പി തങ്കച്ചൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ വണ്ടി എടുത്തതെന്നാണ് പുതിയ വെളുപ്പിക്കൽ. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു സംശയമാണ്, ഇവരുടെ കണക്ക് പ്രകാരം, അതായത് ഈ രേഷ്മ പി തങ്കച്ചൻ്റെ വാലിൻ്റെ കണക്ക് പ്രകാരം 80,000 രൂപയുടെ വണ്ടിയാണ് കിച്ചുവിന് എടുത്തു കൊടുത്തതെന്ന് പറയുന്നു. അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഇന്നലെ കേട്ടത്, 80,000 രൂപയുടെ വണ്ടി. അപ്പോൾ 80,000 രൂപയുടെ വണ്ടിക്ക് EMIയുടെ ആവശ്യമുണ്ടോ? റെഡി ക്യാഷ് ആയിരിക്കില്ലേ? സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്, പുതിയ വണ്ടി അല്ലെന്ന് അറിഞ്ഞു. EMIയുടെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് റെഡി ക്യാഷ് കൊടുത്തെടുത്ത വണ്ടിയല്ലേ? റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുക്കണമെങ്കിൽ ജോലിയുടെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല, എന്തൊക്കെയോ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ചോദിച്ച ചോദ്യം, മെയിൻ ചോദ്യം ഒരു ഉത്തരം പറയുന്നില്ല. അതായത് ഒന്ന്, രണ്ടുപേരും പറയുന്ന കണക്കുകളിലുള്ള പൊരുത്തക്കേടുകൾ. ഒരാൾ പറയുന്നു 75,000 വന്നത്, ഒരാൾ പറയുന്നു 1,00,000 രൂപയ്ക്ക് മേളിൽ എമൗണ്ട് വന്നെന്ന് പറയുന്നു, ഒരാൾ പറയുന്നു 69,000 രൂപയുടെ ബൈക്കാണ് എടുത്ത് കൊടുത്തതെന്ന് പറയുന്നു, ഒരാൾ പറയുന്നു 80,000 രൂപയുടെ ബൈക്കാണ് എടുത്ത് കൊടുത്തെന്ന് പറയുന്നു. നമുക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ പറയട്ടെ, ഇന്ന ഡേറ്റിന് ഇത്ര മണിക്ക് നിങ്ങൾ വന്നോളൂ, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിച്ചു തരാം. അതിൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, ഈ 80 ലക്ഷം രൂപയൊക്കെ വന്നെന്ന് പറയുന്ന ആ ഒരു കണക്ക്, അതിൽ സത്യമില്ലെങ്കിൽ വെറുതെ ഇവരെ പഠിച്ചിട്ട് കാര്യമില്ല. ഇവർ പറയുന്ന ഈ 70,000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് മേളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ എവിടെ പോയി എന്നൊന്നും നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഒന്നും നമുക്ക് ആർക്കും ഇല്ല. എങ്കിലും ജനങ്ങൾ കൊടുത്ത കാശായതുകൊണ്ട്, ജനങ്ങൾ ഇവരുടെ ദുരിതത്തിനൊരു ആശ്വാസമാവട്ടെ എന്ന് വിചാരിച്ച് അന്നത്തെ കാലത്ത് കൊടുത്ത കാശായതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതിപ്പോൾ കൊടുത്തവൻ തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എനിവേ, അവർ പറയട്ടെ. പറയുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അവരത് വെളിപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ വിളിക്കുമെന്നോ അവർ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇനി അഥവാ കാണിച്ചാൽ പോലും അതൊരു കള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ഇതുവരെയും വന്ന് പറഞ്ഞ കാര്യങ്ങളിലെ കള്ളങ്ങളെല്ലാം നമ്മൾ പൊളിച്ചിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പുതിയ കഥകൾ വരുന്നുണ്ട്, പുതിയ മദ്യത്തിൻ്റെ പേരുകൾ പുറത്ത് വരുന്നുണ്ട്. തൽക്കാലം റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് വരികയാണെങ്കിൽ മാത്രമേ ഇവരുടെ വിഷയം ഞാൻ ഇനി എടുക്കുന്നുള്ളൂ. കാരണം ചുമ്മാ സംസാരിച്ച് ഞാനും അടുത്തു. പിന്നെ ഈ പറയുന്ന വാലുകളോടൊന്നും തർക്കിക്കാൻ വയ്യ. എന്ത് പറഞ്ഞാലും അടിമകളായിട്ട് കിടക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അടിമകളാണ്, അടിമക്കണ്ണുകളാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഞാൻ ഈ വിഷയം വിടുകയാണ് ഇവിടെ വെച്ചിട്ട്. ഇനി എന്തെങ്കിലും ഇവരുടെ വിഷയത്തിൽ എന്തെങ്കിലും അപ്ഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ മാത്രം വന്ന് സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം ഇതൊന്നുമല്ല. അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റും. നമ്മുടെ ജാസിക്കാക്ക അറിയാലോ അല്ലേ? ജാസിക്കാക്ക അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം രേഷ്മ പി തങ്കച്ചനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വന്ന ടീമാണ്. അത് കഴിഞ്ഞിട്ട് മറ്റ് ഏതൊക്കെ ചാനലുകളിൽ ബൈറ്റ് കൊടുത്തത് പോരാഞ്ഞിട്ട് ജാസിക്കാക്ക സ്വന്തം ചാനലിൽ പോയിരുന്നിട്ട് രേഷ്മ പി തങ്കച്ചനെ വെളുപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മളെടുത്ത് വയ്ക്കുന്നില്ല. ഇവിടെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ജാസിക്കാക്കയുടെ ചില വികൃതികൾ. അതായത് ഞാൻ ഇന്നലെ ജാസിക്കാക്കൻ്റെ 2 ബൈറ്റ് കണ്ടു കേട്ടോ. അതിനകത്ത് ജാസിക്കാക്ക പറയുന്ന കുറച്ച് കാര്യങ്ങൾ, രാഷ്ട്രീയമാണ് സംഭവം. ജാസിക്കാക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. അതിന് മറുപടി പറയുന്നത്, ഇവർ ശരിക്കും പറഞ്ഞാൽ മറവി രോഗമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതായത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്ന പോലെ. മുന്നിൽ നിൽക്കുന്നത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ, ഓ ഞാൻ നിങ്ങളുടെ ആൾ. അടുത്ത ദിവസം വേറൊരു പാർട്ടിക്കാരനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ആൾ തന്നെ. ഈ ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ. കോൺഗ്രസ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ പോക്ക് കണ്ടിട്ട് CPM വരാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. എന്താ പറഞ്ഞേ? കോൺഗ്രസ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ പോകുന്ന പോക്ക് കണ്ടിട്ട് CPM വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ, കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ജാസിക്കാക്കയുടെ ആഗ്രഹം, ഇഷ്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇവിടെ ഭരണത്തിലേറണം എന്നാണ് ആഗ്രഹം. പക്ഷേ കണ്ട കോള് കണ്ടിട്ട് CPM വരുന്നതാണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. ബാക്കിയേക്കാം. പിണറായി വിജയന്റെ ഭരണം ശരിയല്ല എന്നല്ല, സാറിന്റെ ഭരണം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ തുടർന്ന് കുറെ കാലം ഭരിച്ചത് കൊണ്ടും കുറെ ആൾക്കാർ പോരായ്മകൾ പറയുന്നത് കൊണ്ടും മിക്കവാറും UDF വരുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ UDF ഇവർ സപ്പോർട്ട് ചെയ്യണമുണ്ടല്ലോ.
കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ നമുക്കത് ഒന്നുകൂടെ കേൾക്കാം. കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ പോക്ക് കണ്ടിട്ട് CPM വരാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ പിണറായി വിജയന്റെ ഭരണം ശരിയില്ലെന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ ഭരണം ശരിയല്ല എന്നല്ല, സാറിന്റെ ഭരണം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ തുടർന്ന് കുറെ കാലം ഭരിച്ചത് കൊണ്ടും കുറെ ആൾക്കാർ പോരായ്മകൾ പറയണത് കൊണ്ടും മിക്കവാറും UDF വരുന്ന ഒരു തോന്നൽ എനിക്ക് വരുന്നത്. പിന്നെ UDFനെ ഇവർ സപ്പോർട്ട് ചെയ്യണമുണ്ടല്ലോ. ഇവർക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം പറഞ്ഞെന്താ, കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ മറ്റൊരു വരുന്നതാണ് തോന്നുന്നത്. വീണ്ടും പറയുന്നു, പിണറായി സാറിൻ്റെ ഭരണമൊക്കെ ഓക്കെ കുഴപ്പമില്ല, പക്ഷേ കുറേ കാലമായിട്ട് ഇങ്ങനെ ഭരിക്കുന്നതുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് UDF വരും എന്നാണ് തോന്നുന്നത്. എന്താണ് ഇവർ പറയുന്നത്? ഈ LDF UDF എന്താണെന്ന് ആദ്യം ജാസിക്കാക്ക ഒന്ന് പഠിക്ക്. എന്താണ് LDF, എന്താണ് UDF? എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെയും വന്നിരുന്ന് പറയാനുള്ള തൊലിക്കട്ടി സമ്മതിക്കണം. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് വേറൊരു വീഡിയോ കാണാം. അതാണ് കോമഡി. ഇതിപ്പം എന്താ പറഞ്ഞത്, കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ LDF വരും തോന്നുന്നു. പിണറായിയുടെ ഭരണം ഓക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തുടർഭരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് UDF വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ടീമാണ്. ഇനി അടുത്ത ദിവസം വേറൊരു മീഡിയക്കാരൻ വേറൊരു ചോദ്യം ചോദിച്ചു, അതൊന്ന് കേട്ട് നോക്കാം. ഞാൻ പെണ്ണാണ്, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, അപ്പൊ ഞാൻ സഖാവതി എന്ന് പറഞ്ഞാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ പെണ്ണാണ്, ഞാൻ ട്രാൻസ് വുമൺ ആണ്, അതുകൊണ്ട് എന്നെ സഖാവതി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ അവർ നേരെ കമ്മ്യൂണിസ്റ്റുകാരിയായി. എന്തെന്നാണോ എന്തോ എനിക്കറിയില്ല. കേൾക്കാം. ഞാൻ LDF അനുഭാവിയാണ്, അതുകൊണ്ടാണ് ഞാനിതാ നല്ല അടിപൊളി. ഞാൻ LDF അനുഭാവിയാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് LDF അനുഭാവിയായി. തലേ ദിവസം UDF അനുഭാവിയായിരുന്നു. UDF വരാനാണ് ആഗ്രഹം, UDF വരുന്നതാണ് ആഗ്രഹം, പക്ഷേ അടുത്ത ദിവസം ആയപ്പോഴേക്കും ഞാൻ LDF അനുഭാവിയായി. ഇനി നാളെ BJP-കാരിയാവോ? എന്തുവാണോ ഈ പറയുന്നത്? ഇന്ന് പറയുന്നത് നാളെ മറന്നു പോകണം. വെറുതെ അല്ലേ ഇവർ രേഷ്മാപ്പി തങ്കച്ചിൻ്റെ മൂഡ് താങ്ങുന്നത്. കാരണം അവരും അങ്ങനെയാണല്ലോ. ഇന്ന് പറയുന്നത് അടുത്ത ആഴ്ച ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി പറയും. അതേപോലെ തന്നെ ഇവരും പറയുന്നത്. ഒരു ദിവസം പറയുന്നു UDF ആണ് താല്പര്യം, LDF വരാൻ സാധ്യതയുണ്ട്, പിന്നെ LDFന്റെ ഭരണം ഇങ്ങനെ തുടർഭരണം ആയതുകൊണ്ട് ചിലപ്പോൾ UDF വരാം. അടുത്ത ദിവസം പറയുന്നു LDF ഞാൻ സഖാവതിയാണ്, ഞാൻ ട്രാൻസ്വുമൺ ആണ്, അതുകൊണ്ട് ഞാൻ സഖാവതിയാണ്. ഇവരെങ്ങനെ ട്രാൻസ്വുമൺ ആവുന്നത്? ഇവർ കംപ്ലീറ്റ് സർജറി കഴിഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ട്രാൻസ്വുമൺ ആവുന്നത്? എന്തൊക്കെയാണോ ഇവിടെ ഇത് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണിത്? അമ്മേ, ബാക്കിയേക്കാം. റെഡ് സാരി, പിന്നെ ഈ കറുത്തത് അതിൽ എന്താന്ന് ചോദിച്ചാൽ ഇത് പല പാർട്ടികൾക്കുള്ള എൻ്റെ ഒരു കരിങ്കൊടിയും കൂടിയാണ്. അതിനും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പ്രതിഷേധമാണ്. കരിങ്കൊടി അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി വല്ല കേൾക്കാനുണ്ടോ? നിലപാടുണ്ടോ, നിലവാരമുണ്ടോ, ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, മാനമുണ്ടോ? നോറയുടെ ചോദ്യമാണിത്. ഇതാണ് എനിക്ക് ഇവിടെയും ചോദിക്കാനുള്ളത്. അപ്പോൾ മാറ്റി പറയുക. സമ്മതിക്കണം ചേട്ടാ, സമ്മതിക്കണം. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു വീഡിയോ കൂടിയുണ്ട്, അതുകൂടെ കേൾക്കാം. സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് നടക്കാം, പോവാം, വരാം, നല്ല കാര്യം. ഗണേഷ് കുമാർ സാർ അല്ല അത് കൊണ്ടുവരുന്നത്, ഭയങ്കര ഒരു നല്ല കാര്യം. പക്ഷേ ഗണേഷ് കുമാർ സാറാണ് ഏത് കൊണ്ടുവരുന്നത്, അത് ഏതാണെന്നുള്ള വ്യക്തതയില്ല. ഗണേഷ് കുമാർ സാർ എന്ത് കൊണ്ടുവന്നാ? എന്തെങ്കിലും ആവട്ടെ, എന്തോ കൊണ്ടുവന്നു, അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി എനിക്ക് വിഷമായത് സാറിൻ്റെ വൈഫ് വന്നിട്ട് സാറിനെ പറ്റി വളരെ മോശമായിട്ട് സാറിൻ്റെ അവിഹിതം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിഹിതം വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി പണിയും, അത് വേറെ കാര്യം. ഇവരെന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്? അവിഹിതം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. എൻ്റെ പൊന്ന് ജാസി, നിങ്ങൾ ബൈറ്റുകൾ കൊടുക്കാതിരിക്കാമോ? ഇങ്ങനെ മണ്ടത്തരം വിളമ്പല്ലേ. അവിഹിതം തെറ്റല്ല, പക്ഷെ എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഞാൻ പണി കൊടുക്കുമെന്ന്. അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് തോന്നാൽ കാണാൻ നല്ല ചെയ്യല്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ഒരാളെ ഒരു സമൂഹം മൊത്തം അടച്ചാക്ഷേപിക്കുമ്പോൾ അവരെ വന്ന് സപ്പോർട്ട് ചെയ്ത് വീണ്ടും നീ ആ തെറ്റ് ചെയ്യെന്ന് പറയാനുള്ള ഉദ്ദേശം മനസ്സിലായല്ലോ. നീ ആ തെറ്റ് ചെയ്താൽ മാത്രമേ നിന്നെ ആൾക്കാർ നെഗറ്റീവ് ആക്കത്തുള്ളൂ, നീ ഇങ്ങനെ നശിച്ച് പോകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ കൂടി നമുക്കും മുന്നോട്ട് പോവാം. മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ. എൻ്റെ പൊന്നോ, ഇതുപോലുള്ള ടീമുകൾ. ഇതിനെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനും ആൾക്കാരുണ്ട്, ഇതിൻ്റെയൊക്കെ ബൈറ്റ് എടുക്കാനും ആൾക്കാരുണ്ട്. എന്ത് മെസ്സേജാണ് ഇവരൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാറുണ്ടോ? എപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങൾ അടച്ചിറക്കി വിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം സൊസൈറ്റിക്ക് കൊടുക്കുന്ന കുറേ ആൾക്കാർ, ഇവരുടെ മൂട് താങ്ങി നടക്കുന്ന കുറേ മീഡിയകളും, ജാസി ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറേ മീഡിയകളും. ഒരു അല്പമെങ്കിലും നാണം വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതാണ്, കേൾക്കുന്നതാണ്. ഞാൻ പറയുന്നത് എന്താണെന്നൊരു ധാരണ എനിക്കുണ്ടാവണം. അതൊന്നുമല്ല. ഇനിയിപ്പോൾ ഇവരുടെ ഈ ജാസി കാക്കാൻ്റെ, ഞാൻ കാക്കാന്ന് വിളിക്കാം, കാരണം ഇവർ സ്ത്രീ ആയിട്ടില്ല, പൂർണ്ണമായിട്ട് സ്ത്രീ ആവുന്നവരെ ജാസി കാക്ക തന്നെയാണ്. ജാസി കാക്കാൻ്റെ
മൂടുതാങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്തൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുന്നിരുന്ന മണ്ടന്മാരാണോ? കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, എന്താ പറയുന്നതെന്ന്. ചുമ്മാ എന്തൊക്കെയോ വായി തോന്നുന്നു, എന്തൊക്കെയോ അങ്ങനെ വിളിച്ച് പറയാണ്. സമ്മതിക്കണം മോനെ, സമ്മതിക്കണം, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും തൽക്കാലം ജാസിക്കാക്കൻ്റെ വികൃതികൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.